സുധാകരൻ എംപിയെ അദ്ദേഹത്തിന്റെ നടാലിലെ വസതിയിലെത്തി സന്ദർശിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ. വെള്ളിയാഴ്ച രാവിലെ 11:30യോടെയാണ് മോഹനൻ സുധാകരന്റെ ആശീർവാദം തേടിയെത്തിയത്. ടി.ഒ. മോഹനനെ ത്രിവർണ്ണ ഷാൾ അണിയിച്ച് സുധാകരൻ സ്വീകരിച്ചു. നിന്നെ ടി.ഒ. മോഹനൻ സ്ഥാനാർത്ഥിയാകുന്നതിന് ഒരു തരത്തിലും തടസ്സമില്ല. അതിനെന്തായാലും അത്തരം കാര്യങ്ങൾക്ക് ഞാനും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം എല്ലാ കാലത്തും പറഞ്ഞു. തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞതല്ല, അത് നേതൃത്വത്തെ ബന്ധപ്പെട്ടാണ്. പക്ഷെ നമ്മൾ തമ്മിൽ നിങ്ങളെ പലരും പറഞ്ഞു ഒരു അതുമില്ല. എന്നും എനിക്ക് ഒരു ഏറ്റവും നല്ല നിർദ്ദേശവും ഉപദേശവും ഒക്കെ തരുന്ന ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഉപദേശവും നിർദ്ദേശവും ഒക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനിയും തുടങ്ങും. ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ച സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. താൻ വാക്കുപാലിച്ചെന്ന് സുധാകരൻ പറഞ്ഞു. കെ സുധാകരന്റെ വീട്ടിൽ നിരവധി പ്രവർത്തകരും നേതാക്കളും എത്തിയിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് മട്ടന്നൂരിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ കെ സുധാകരൻ വീട്ടിലെത്തിയത്. വിമാനത്താവളത്തിൽ പ്രവർത്തകർ സുധാകരനെ കാത്തുനിന്ന് സ്വീകരിച്ചിരുന്നു. വിമാനത്താവളത്തിൽ സുധാകരൻ മാധ്യമങ്ങളോട് താൻ ക്ഷീണിതനാണെന്ന് മാത്രമാണ് പ്രതികരിച്ചത്. ഇതിനിടെ താൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞുവെന്ന് ടി.ഒ. മോഹനൻ പറഞ്ഞു. കണ്ണൂരിൽ അമ്പരപ്പിക്കുന്ന വിജയമുണ്ടാകും. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതുവരെ പാർട്ടിയിൽ ചില പ്രശ്നങ്ങളുണ്ടാകാം. പിന്നെ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ പറഞ്ഞു. കെ സുധാകരൻ എം.പി തന്റെ വിജയത്തിനായി പ്രവർത്തിക്കും. തനിക്ക് എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന നേതാവാണ് സുധാകരൻ. ഇനിയും അത് തുടരും. കോൺഗ്രസിന്റെ വിജയത്തിനായി രംഗത്തിറങ്ങുമെന്ന് അദ്ദേഹം ഹൈക്കമാൻഡിന് വാക്ക് നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടയിൽ ഒരിക്കലും അദ്ദേഹം തന്നെ തള്ളി പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുൻപായി കോൺഗ്രസിൽ തർക്കങ്ങൾ പതിവാണ്. എന്നാൽ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങും. കണ്ണൂർ മണ്ഡലത്തിൽ UDF ഇക്കുറി വമ്പൻ വിജയം നേടും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 100-ലേറെ സീറ്റ് ഇക്കുറി UDF നേടുമെന്ന കാര്യം ഉറപ്പാണെന്നും ടി.ഒ. മോഹനൻ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.